കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ PM കുസും പദ്ധതിയെപ്പറ്റി, അതിൽ സൗരോർജ പമ്പ് പദ്ധതി അനർട്ട് മുഖേന നടപ്പാക്കുന്ന 100 കോടി രൂപയധികമുള്ള അഴിമതിയെപ്പറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത്. അന്ന് എത്ര ആസൂത്രിതമായിട്ടാണ് ഈ അഴിമതി നടക്കുന്നത് എന്ന് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി വൻതോതിലുള്ള അഴിമതിക്കും കളമൊരുങ്ങുന്ന വസ്തുതയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ഇതെങ്ങനെയാണ് ആസൂത്രിതമായി അഴിമതി നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. നേരത്തെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടൻ്റായി ശിവശങ്കരൻ നിർദ്ദേശിക്കുകയും ആഗോള കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അവരെ വൻ ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത വസ്തുത എല്ലാവർക്കും അറിയുന്നതാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഒരു പക്ഷേ വലിയ തോതിൽ ആസൂത്രിതമായി നടന്ന അഴിമതിയാണ് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനർട്ടിൻ്റെ CEO ആയ നരേന്ദ്രനാഥ് വെലൂരി തൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായിരുന്ന വിനയ P എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ EY, എൻ്റെ പഴയ പേര് ഏണസ്റ്റ് ആൻഡ് യങ് എന്നാണ്, ജോലിക്കെടുത്ത് സമാനമായ മാതൃകയിലാണ് ജോലിക്കെടുത്തത്. അനർട്ടിൻ്റെ കൺസൾട്ടൻ്റായി കോടികളുടെ കോൺട്രാക്റ്റുള്ള EY അനർട്ടിൻ്റെ CEOയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുകയാണ്. അപ്പം തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അനർട്ടിൽ നിന്ന് പിരിച്ചുവിട്ട് ശേഷം ആഗോള കമ്പനിയായ EYയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും അതിനുശേഷം അയാളെ ഉടൻ തന്നെ ഈ അനർട്ടിലേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനർട്ടിൻ്റെ കൺസൾട്ടൻ്റായി EYയെ നിയമിക്കുന്നതിൻ്റെ രേഖകൾ പരിശോധിച്ച് CEOയെ അന്തിമ തീരുമാനത്തിന് സഹായിച്ച ആളാണ് ഈ വിനയ്. അപ്പോൾ EY എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടൻ്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയെയാണ് EY തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത്. കൺസൾട്ടൻ്റായി EYക്ക് നിയമനം കിട്ടിയ ശേഷം അധികം താമസിക്കാതെയാണ് വിനയ് EY ജോലിക്കെടുക്കുകയായിരുന്നു. ഇതോടെ EYക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ്. സാധാരണ ഒരു കോർപ്പറേറ്റ് എത്തിക്സ് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ക്ലയൻ്റായി ജോലി നോക്കുന്നവരെ ആ സ്ഥാപനം കുറഞ്ഞത് 6 മാസമെങ്കിലും ഒരു കൂളിംഗ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് മറ്റൊരിടത്ത് നിയമിക്കുകയുള്ളൂ. എന്നാൽ ആ സാധാരണഗതിയിലുള്ള ഈ എത്തിക്സ് മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഈ വിനയ് P എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം എത്രമാത്രം സമ്മർദ്ദം EY എന്ന ആഗോള കമ്പനിയുടെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 2025 ഏപ്രിൽ 4 വിനയ് അനർട്ടിൽ നിന്ന് വിടുതൽ വാങ്ങുന്നത്. പുതിയ ജോലി ലഭിച്ചതിനാൽ വിടുതൽ നൽകുന്നതിനായി നൽകിയ കത്ത് ഇവിടെ പരിശോധനയ്ക്ക് വെക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ് ഡോക്യുമെൻ്റ് 1 എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഏപ്രിൽ 5 EYയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് CEOയ്ക്ക് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വെക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഈ നിയമനം നടക്കുന്നത്. അനർട്ടിലെ CIAയുടെ ഒരു അസിസ്റ്റൻ്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു.
EY കമ്പനിയിലെ അദ്ദേഹത്തിന് ജോലി, വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു. ആ ശമ്പളത്തിൽ കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലിയെടുക്കുകയാണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ മുന്നോട്ട് വെക്കുന്നു.